നമസ്കാരം, എൻ്റെ പേര് നിതിൻ എഫ് എന്നാണ്. ഞാൻ SVT ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ആത്മഹത്യാ പ്രവണതകളും ആത്മഹത്യകളും കൂടി വരുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. ഒരു എപ്പിഡമിക് പോലെ, ഒരു പകർച്ചവ്യാധി പോലെയാണ് ഇന്ന് ധാരാളം സൂയിസൈഡ് കേസുകളെല്ലാം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് പല കാരണങ്ങളാണ്. അതിലൊരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്, ചിലരെങ്കിലും ലൈഫിനെ ഒരു സെലിബ്രേഷനായിട്ടാണ് കാണുന്നത്. ആക്ച്വലി ലൈഫ് ഈസ് നോട്ട് എ സെലിബ്രേഷൻ, ലൈഫ് ഈസ് ആക്ച്വലി എ ബാറ്റിൽ ഫീൽഡ് എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ലൈഫിനെ നമ്മൾ സമീപിക്കുന്ന രീതി യാഥാർത്ഥ്യത്തിൽ നിന്ന് എന്തോരം അകന്നു പോകുമോ അത്രത്തോളം ഫ്രസ്ട്രേഷൻ, നിരാശ നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കുന്നതിന് കാരണമാകുമെന്നുള്ള വസ്തുത നമ്മളെപ്പോഴും ഓർത്തിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതാണ് പ്രധാന കാരണം എന്നുള്ളതല്ല, പക്ഷെ അതൊരു പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ് എന്നുള്ള വസ്തുത നമ്മൾ ഓർത്തിരിക്കുക. അപ്പോൾ ഈ സൂയിസൈഡ് പ്രിവെൻഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ, ഒന്ന്, ആ സൂയിസൈഡൽ ഐഡിയേഷൻ ഉള്ള അല്ലെങ്കിൽ ആ പ്രവണത ഉള്ള ആ ചിന്ത ഉള്ള ആളെക്കാളും കൂടുതൽ ഉത്തരവാദിത്വമുള്ളത് ആ വ്യക്തിക്ക് ചുറ്റും നിൽക്കുന്ന ആൾക്കാർക്കാണ് എന്നുള്ള വസ്തുത ഓർത്തിരിക്കുക. കാരണം സൂയിസൈഡൽ ഐഡിയേഷൻ ഉള്ള ആൾക്കാരിൽ അവരിപ്പോൾ എന്തെങ്കിലും ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളൊരു പ്രോബ്ലം അവർ ഫേസ് ചെയ്യുന്നുണ്ടാവും. ആ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ വൈസ് അവർ ചിന്തിക്കുമ്പോൾ സൊല്യൂഷൻ ഇല്ല, അല്ലെങ്കിൽ അവരുടെ ഓപ്ഷൻസ് വളരെ ലിമിറ്റഡ് ആണ്, നമുക്കിതിൽ നിന്നൊരു വേ ഔട്ടില്ല, ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ അവരുടെ ചിന്തയുടെ വിശകലനമൊക്കെ തന്നെ ഒരു നാരോ ഡൗൺ ആയി ഒരു ടണൽഡ് വിഷനിലേക്ക് വരുന്നതായിട്ടാണ് പലപ്പോഴും കാണുന്നത്. അപ്പോൾ ആ ടണൽഡ് വിഷനകത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ ദെയർ ഇസ് നോ എസ്കേപ്പ് എന്നുള്ള ചിന്ത അല്ലെങ്കിൽ ഒരു കോർ ബിലീഫ് അവരുടെ ഉള്ളിൽ വരികയും അങ്ങനെയാണ് പലപ്പോഴും അത് ആത്മഹത്യയിലേക്ക് നയിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഉൾക്കൊള്ളേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പാഠം എന്ന് പറയുന്നത്, അവർക്ക് ചുറ്റും നിൽക്കുന്ന ആൾക്കാർക്ക് അവരിലുണ്ടാവുന്ന മാറ്റങ്ങളെ കുറേ കൂടെ റിയലിസ്റ്റിക്കായിട്ട് മനസ്സിലാക്കാനും അത് അഡ്രസ്സ് ചെയ്യാനും സാധിക്കുമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് കുടുംബാംഗങ്ങൾക്കും അതുപോലെ തന്നെ ക്ലോസ്ഡ് ആയിട്ടുള്ള സുഹൃത്തുക്കൾക്ക്, ഫ്രണ്ട്സിനൊക്കെ തന്നെ. ഒരാൾ പെട്ടെന്ന് ഒരു സോഷ്യൽ വിഡ്രോവലിലേക്ക് വരികയാണ്, അല്ലെങ്കിൽ മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ചെയ്യുന്നില്ല, കൃത്യമായി ഭക്ഷണം കഴിക്കുന്നില്ല, കൃത്യമായി ഉറങ്ങുന്നില്ല, മുമ്പ് സന്തോഷം കണ്ടെത്തിക്കൊണ്ടിരുന്ന കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താനായിട്ട് കഴിയുന്നില്ല, എല്ലാത്തിലും ഒരു ഉൾവലിഞ്ഞ് മാറി ഐസൊലേറ്റഡ് ആയിട്ട് നിൽക്കുന്നൊരു സാഹചര്യം നമ്മളുടെ അടുത്ത് നിൽക്കുന്ന ആർക്കെങ്കിലും നമ്മൾ നോട്ടീസ് ചെയ്യുകയാണെങ്കിൽ, ശ്രദ്ധിക്കുകയാണെങ്കിൽ, തീർച്ചയായിട്ടും അവരോട് നമ്മൾ അടുത്തിടപഴകാനും മനസ്സിലാക്കാനും അവർ ഫേസ് ചെയ്യുന്ന ആ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കാനും ശ്രമിക്കേണ്ടത് വളരെ ഏറെ അത്യാവശ്യമാണ്. അപ്പോൾ ഈ സൂയിസൈഡ് പ്രിവെൻഷനുമായി ബന്ധപ്പെട്ട് എല്ലാ സൂയിസൈഡും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് പല എക്സ്പേർട്സും പറയുന്നത്. കാരണം സൂയിസൈഡ് പ്രിവെൻഷൻ കൂടുതലും സാധ്യമാകുന്നത് ഒരു ആംബിഗ്വിറ്റി ഉള്ള ആൾക്കാരാണ്. അതായത് സൂയിസൈഡ് ചെയ്യണോ വേണ്ടയോ എന്ന് സംശയമുള്ള ആൾക്കാരിലെയാണ് കൂടുതലായിട്ട് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് കഴിയുക. കാരണം ഹൈ ഇൻറ്റൻ്റ് ഉള്ള ഹൈലി പ്ലാൻഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ വളരെ വളരെ ഡിഫിക്കൽട്ടായിട്ടാണ് ഈ പ്രിവെൻഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് സൂയിസൈഡൽ ഐഡിയേഷൻ ഉള്ളവരൊക്കെ തന്നെ ഏതെങ്കിലും ഒരു സൂയിസൈഡ് ഹെൽപ്പ് ലൈൻ അല്ലെങ്കിൽ ഒരു പ്രിവെൻഷൻ ടോൾ ഫ്രീ നമ്പർ കൊണ്ട് നടക്കുന്നത് അത്യാവശ്യമാണ്. കാരണം എന്തെങ്കിലും പെട്ടെന്നൊരു ഐഡിയേഷൻ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ സൂയിസൈഡൽ ചിന്ത വരുമ്പോൾ ഈ നമ്പറിലേക്ക് വിളിക്കാനും അവർക്കൊന്ന് വെൻ്റ് ഔട്ട് ചെയ്യാനും അവരുടെ ഈ ടണൽഡ് ആയിട്ടുള്ള നാരോഡ് ആയിട്ടുള്ള വിഷനെ ഒന്ന് ബ്രോഡൻ ചെയ്യാനും അത് ഹെൽപ്പ് ചെയ്യുമെന്നുള്ള വസ്തുത നമ്മളെപ്പോഴും ഓർത്തിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നമ്മുടെ ലൈഫിനെ കുറിച്ച് കുറേ കൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു വിഷൻ അല്ലെങ്കിൽ ഒരു പെർസ്പെക്റ്റീവ് ഡെവലപ്പ് ചെയ്യുകയും നല്ല രീതിയിലുള്ള ഫങ്ഷനിങ് ആയിട്ടുള്ള ക്ലോസ്ഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, ഫാമിലി റിലേഷൻഷിപ്പും നമ്മുടെ സോഷ്യൽ ഇൻട്രാക്ഷൻസും എല്ലാം ബെറ്ററാക്കി കൊണ്ടുവരികയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒരു പരിധിവരെ നമുക്ക് മാനേജ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് കഴിയുമെന്നുള്ളത് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതേസമയം എപ്പോഴും ഓർത്തിരിക്കേണ്ടത്, ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സെലിബ്രേഷൻ അല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു പാർക്കിൽ കൂടെ നടക്കുന്ന പോലെയോ അല്ലെങ്കിൽ ഒരു ബീച്ചിൽ കൂടെ നടക്കുന്ന പോലെയോ അല്ല. വളരെ ടഫായിട്ടുള്ളൊരു ഗെയിമാണ്, പക്ഷെ വളരെ ത്രില്ലുള്ള ഒരു മീനിങ് ഉള്ള ഒരു ബ്യൂട്ടി ഉള്ള ഒരു എൻഡവറാണ് ആക്ച്വലി ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ആ രീതിയിൽ വളരെ റിയലിസ്റ്റിക്കായിട്ട് ഗ്രൗണ്ടഡ് ആയിട്ട് നമ്മൾ സമീപിക്കുകയാണെങ്കിൽ വളരെ ബെറ്റർ ആയിട്ടുള്ള ലൈഫ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ലൈഫ് നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.